എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചിയുള്ള ഒരു കൂൺ വിഭവം തയ്യാറാക്കാം. മഷ്റൂം റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് കൂൺ എടുക്കാം. ഒരു 400 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നമ്മൾ ഇങ്ങനെ കളയണം. ഇങ്ങനെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഈ പീസിനെ നമുക്ക് രണ്ടാക്കി എടുക്കാം. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി വേണ്ടത് തക്കാളി, നാളികേരം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇടാം. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുതായി മുറിച്ച ചെറിയ ഉള്ളി ചേർക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് മുറിച്ചത് ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം മാറണം. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇടാം. തക്കാളിയും ഒന്ന് വഴന്ന് വരണം. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേകുന്നതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനിയും അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മുടെ കൂൺ വെന്ത് വന്നു. വളരെ രുചിയുള്ള കൂൺ റോസ്റ്റ് റെഡിയായി. നല്ല ടേസ്റ്റാണ്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം ഇത് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.